മന്ത്രി ആയിട്ടില്ല. അതെ, പാർട്ടി തീരുമാനം എടുത്തു. സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. വയനാട് ജില്ലയിൽ നിന്നാണല്ലോ താങ്കൾ വരുന്നത്. വയനാടിന് ഒരു മന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗ ശല്യമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങൾ. കുറച്ചുനാട് CPM-ന് വയനാട് മന്ത്രിമാരില്ലായിരുന്നു. അതിന്റെ ഒരു അവിടെ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയില്ല. ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ കേരാധാഷ്ണ പരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണുന്നു? അല്ല, നമ്മുടെ കേദാരാശനായാലും ബാലേട്ടനായാലും LDFന്റെ ഒരു നയമാണല്ലോ, അല്ലെങ്കിൽ പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും. അത് തന്നെ. പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിൻ്റെ പേരും ചെയ്യുന്നു. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം. അതാണ് ശരി. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, LDF ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. ഇപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് കോളനി എന്ന വാക്ക് ഒഴിവാക്കിയതടക്കമുള്ള പരിഷ്കാരങ്ങളുണ്ട്. അത്തരം ഒരു വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമോ? അങ്ങനെയാണ്. അല്ല, അതൊക്കെ പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതെ, ശരി. അതൊക്കെ ശ്രദ്ധയിലുണ്ടല്ലോ സ്വാഭാവികമായിട്ടും വയനാട് എന്നുള്ള അംഗങ്ങളിൽ. അതെ, അതൊക്കെ ശ്രദ്ധയിൽ വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിൽ കൂടി കാണുന്നത്? അവരുടെ ഒരു ഉന്നമനമാണല്ലോ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ആകെ ആവശ്യം. അല്ല, ഈ മേഖലയിൽ കുറേ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ മേഖലയെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട്. ഈ വന്യമൃഗ ശല്യമാണ് ആ മേഖലയിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. അവിടെയും എല്ലാ വനമേഖലയിലും അക്കാര്യത്തിൽ വയനാടിന് ഒരു പ്രത്യേക ഒരു ഇടപെടൽ താങ്കൾ നടത്തുന്നു. അത് വയനാട്ടിൽ ഇപ്പോൾ MLA എന്ന നിലക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ഫണ്ട് തന്നെ ഞാൻ 2 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മുൻപണം. അട്ടപ്പാടിയിൽ എന്തെങ്കിലും ശക്തമായ ഇടപെടലുണ്ടാവും? അട്ടപ്പാടി ഇപ്പോഴും ഒരു പ്രശ്നമാത്ര മേഖലയായിട്ട് തുടരുന്നു. അത് അട്ടപ്പാടി മാത്രമല്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും.